ഇതിൽ നിന്നൊന്ന് മനസ്സിലാക്കാം. എന്താണ് രാഗാദികൾ തൻ്റെ ഉള്ളിൽ വ്യക്തമാകുമ്പോൾ അത് പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നു കൂടുതൽ. അത് എത്രമാത്രം ലഘുവാകുന്നുവോ അത്രമാത്രം പ്രശ്നങ്ങളെ അത് ഒഴിവാക്കുന്നു. അതാണ് യഥൈവ തനുത്വം. അത് തനുവാകുക, സൂക്ഷ്മമാകുക, ലഘുവായിത്തീരുക, ശിശുവിനെ പോലെ. ശിശുവിനും പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അത് ഇത്രയുമില്ല. അതുകൊണ്ടാണല്ലോ അവൻ കൂടുതൽ സമയം സ്വസ്ഥമായിരിക്കുന്നു. അവനെന്തെങ്കിലും രോഗമോ മറ്റെന്തെങ്കിലും വന്നാൽ കൂടുതൽ സമയം കരയും, അല്ലെങ്കിലോ സുഖസുഷുപ്തിയിലാണ്. സ്വസ്ഥതയുടെ അടയാളമാണ്. ഇവിടെ തത്തനുത്വം ഇവിടെ മഹാബ്രാഹ്മണിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ എന്താണ്? അത് തനുത്വത്തെ പ്രാപിക്കുന്നു, ലഘുത്വത്തെ പ്രാപിക്കുന്നു. ദുഃഖാദികൾ യാവതിഹാത്മന ദുഃഖസ്യാപി തനുത്വം. രാഗാദികൾ കുറയുമ്പോൾ നമ്മൾ ഗീതയിലും മറ്റും ചർച്ച ചെയ്താണ്. കാമാത് ക്രോധോപിജായതെന്നെല്ലാം പറഞ്ഞു. അവിടെ പറയുന്ന കാര്യം തന്നെ ഇവിടെ വേറെ തരത്തിൽ പറയുകയാണ്. രണ്ടും താരതമ്യപ്പെടുത്തിക്കൊണ്ട് ദുഃഖസ്യാപി തനുത്വം സ്യാത്. ദുഃഖത്തിനും ആ തനുത്വം വരും രാഗാദികൾ കുറയുന്നതനുസരിച്ച്. താവത്താവൻ സുഖാത്മനഃ അപ്പോൾ ആത്മാവ് സുഖസ്വരൂപമാണ്. തത്വജ്ഞാനം അല്ല വാസ്തവത്തിൽ അനുഭവവേദ്യമായ സുഖത്തെ നൽകുന്നത്. സ്വരൂപം സുഖമാണ് എന്ന് പറയുന്നു. അത് യഥോവാചോ നിവർത്തന്തേ, അവിടെ ഒന്നും എത്തുന്നില്ല. പക്ഷെ അനുഭവവേദ്യമായൊരു സുഖം, സ്വസ്ഥത എന്നൊക്കെ പറയുന്നുണ്ട്. ആ സുഖം ജാഗ്രതത്തിൽ അനുഭവിക്കേണ്ട സുഖമാണ്, സുഷുപ്തിയിൽ അനുഭവിക്കുന്ന സുഖമാണ്. ശിശു സുഷുപ്തിയിൽ സ്വസ്ഥനായിരിക്കുന്നു എന്ന് പറയുന്നത് ജാഗ്രതയിൽ ഈ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട്, രാഗാദികൾ ദൃഢമാകാത്തതുകൊണ്ട്. പക്ഷെ ജാഗ്രതയിൽ തന്നെ ആ സ്വസ്ഥത വരണമെങ്കിൽ തത്വജ്ഞാനം കൊണ്ടല്ല അത് വരുന്നത്, ഈ രാഗാദികളുടെ തനിത്വം കൊണ്ടാണ് അത് വരുന്നത്. രാഗാദികൾ തനുവായിരിക്കുന്ന അനുസരിച്ച്, എന്നുവെച്ചാൽ അഹന്ത, മമത തുടങ്ങിയ കാര്യങ്ങൾ, എന്തൊക്കെ ദോഷങ്ങൾ നമുക്ക് അന്ധകരണത്തിൽ പറയാമോ അതല്ല. ആ ദോഷങ്ങൾ ഒഴിയുന്നതനുസരിച്ച് അന്ധകരണത്തിൽ ശാന്തിയും സുഖവും എല്ലാം വന്ന് നിറയും. അത് അനുഭവവേദ്യമായ സുഖത്തെക്കുറിച്ച് പറയും. അത് ജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നതല്ല, അന്ധകരണത്തിന്റെ ശുദ്ധി കൊണ്ട് സംഭവിക്കുന്നതാണ്. ജ്ഞാനവും മറ്റും അതിന് സഹായിക്കാം, അന്ധകരണ ശുദ്ധിക്ക്. പക്ഷെ അവിടെ മുഖ്യം അന്ധകരണ ശുദ്ധിയാണ്. ഇപ്പൊ തത്വജ്ഞാനിയുടെ വ്യവഹാരം എപ്പോഴും അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. തത്വജ്ഞാനിയുടെ വ്യവഹാരത്തിൽ നമ്മൾ പറയുന്ന ധർമ്മം, നീതി, മര്യാദ എന്നെല്ലാം പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങൾ വേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ അത്തരം കാര്യങ്ങൾ ഒരിക്കലും തത്വജ്ഞാനത്തെ ആശ്രയിച്ചിട്ടില്ല. ഇത്തരം പോരായ്മകൾ ജ്ഞാനത്തിന് തടസ്സമാകാം. ഇനി ജ്ഞാനത്തിന് തടസ്സമായ പോരായ്മകളെല്ലാം നീങ്ങിപ്പോയി. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാദ് എന്നൊക്കെ പറയുന്നില്ലേ. വീണ്ടും ആ അന്ധകരണത്തിന്റെ സുഖവും മറ്റും
ഈ രാഗാദികളുടെ തനിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു. അത് ജ്ഞാനിയിലും അജ്ഞാനിയിലും ഒക്കെ ഒരുപോലാണ്. ജ്ഞാനിക്ക് വിശേഷതയൊന്നുമില്ല. ജ്ഞാനിയിൽ അങ്ങനെ പ്രമാദം കൊണ്ട് വ്യാവഹാരികമായ ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം അതിന് ജ്ഞാനത്തിന്റെ കുറ്റമല്ല, അത് അന്ധകരണത്തിന്റെ ഈ തനിത്വത്തിന്റെ തകരാറാണ്. അത് വേണ്ടത്ര വന്നിട്ടില്ല. അതുകൊണ്ടാണ് ജ്ഞാനം എന്തുകൊണ്ട് അവന്റെ ദോഷങ്ങളെ മാറ്റിയില്ല എന്ന് ചോദിക്കുന്നു. ദോഷങ്ങൾ എപ്പോഴും പ്രത്യക്ഷപ്പെടുക രാഗാദികൾ. ജ്ഞാനിയുടെ മനസ്സിലും അത് പ്രത്യക്ഷപ്പെടാം. മനസ്സുണ്ടെങ്കിൽ അത് പ്രത്യക്ഷപ്പെടും. അതിന് തെളിവല്ല ക്ഷുത് വിപാസാദികൾ പ്രത്യക്ഷപ്പെടുന്നത് ജ്ഞാനിയില്ല. ഒന്നും ഇല്ലെന്ന് പറയാൻ പറ്റും. പറയാം സ്വരൂപത്തിൽ അതൊന്നുമില്ലെന്ന് പറയാം. ഇവിടെ പറയുന്നത് ജ്ഞാനിയുടെ മനസ്സ് അവിടെ ഒക്കെയാണ്. അവിടെയും രാഗാദികൾ പ്രത്യക്ഷപ്പെടുന്നു. അതിനെ ജ്ഞാനം കൊണ്ട് ജ്ഞാനി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അത് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് തനുവായിരിക്കാം, പക്ഷേ തനുവായി പ്രത്യക്ഷപ്പെടുന്നു. സൂക്ഷ്മമായിരിക്കാം, പക്ഷെ സൂക്ഷ്മമായി അവിടെ അത് പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ട് ആണ് ചിലർ ഈ ജ്ഞാനം നേടിയിട്ടും ഈ ചിത്തത്തിന്റെ ദോഷങ്ങളെ പരിഹരിക്കണം വിശേഷിച്ച് എന്നാഗ്രഹിച്ചിട്ട് പിന്നെ സമാധി മറ്റും അഭ്യസിക്കുന്നു. ജ്ഞാനത്തിന് ശേഷവും ചിത്തത്തിൽ വരുന്ന ദോഷങ്ങളെ പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു ജ്ഞാനിക്ക് പിന്നെ സമാധിയല്ല വേറെ വഴിയില്ല. മറിച്ച് തത്വജ്ഞാനത്തിൽ തന്നെ അതെല്ലാം ഭസ്മമായി എന്നുള്ള ജ്ഞാനത്തിന്റെ ദൃഢതയിലാണെങ്കിൽ പിന്നെ അതിനുവേണ്ടി പരിശ്രമവും ആവശ്യമില്ല. ന ദ്വേഷ്ടിന കാംക്ഷതി ജ്ഞാനിയുടെ നിലയെക്കുറിച്ച് പറയുന്നു. ദ്വേഷിക്കുന്നില്ല, കാക്ഷിക്കുന്നുമില്ല. രാഗാദികൾ പ്രത്യക്ഷപ്പെട്ടാലും അതുകൊണ്ടിവിടെ പറയുന്നത് ആ ഏറ്റക്കുറച്ചിനെ കുറിച്ചാണ്. ഇതങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. അജ്ഞനായിരുന്ന ഒരുവൻ തന്നെയാണ് ജ്ഞാനിയാകുന്നത്. രാഗാദികൾക്ക് കീഴ്പ്പെട്ടിരുന്ന ഒരു മനസ്സ് തന്നെയാണ് അതിനെ തനുവാക്കി അവിടെ ജ്ഞാനപ്രകാശത്തോടു കൂടിയായി തീരുന്നത്. ഈ ഒരു ഉപാധി ആശ്രയിച്ച് ജ്ഞാനിക്കും. ജാഗ്രത എന്ന് പറയുന്ന ഉപാധി, മനസ്സെന്ന് പറയുന്ന ഉപാധി, ഇതിനൊക്കെ ആശ്രയിച്ച് തീരും. അതിനാശ്രയിക്കുമ്പോൾ ഇതിന്റെ എല്ലാം പരിമിതികളും വരും. അതുകൊണ്ട് സുഖദുഃഖാദികളുടെ ഈ അനുഭവം രാഗാദികളുടെ തനിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഉത്തരോത്തര വൃദ്ധ്യാദോ ദുഃഖഹേതുക്ഷയാശ്രുതോ സഹസ്രദശഭാഗേന നിഷ്ഠാനന്ദസ്യ ഭണ്യതേ. രാഗങ്ങൾ ക്ഷയിക്കുമ്പോൾ ദുഃഖം ക്ഷയിക്കുന്നു. ദുഃഖം ക്ഷയിക്കുമ്പോൾ ശേഷിക്കുന്നത് ആനന്ദം. പരമമായി പറഞ്ഞാൽ, അല്ല വ്യാവഹാരികമായി പറഞ്ഞാൽ മനസ്സിൽ രാഗാദികളും കാമക്രോധങ്ങളും മതമാത്സര്യങ്ങളും എല്ലാം കുറയുമ്പോൾ മനസ്സിനൊരു ശാന്തി. അത് പരമമായ ശാന്തിയല്ല, ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് വരുന്ന ശാന്തി. അതാണ് ഉത്തരോത്തര വൃദ്ധ്യാദു ദുഃഖഹേതുക്ഷയ. ചാന്തോക്യത്തിൽ പറഞ്ഞ ആനന്ദ മീമാംസ.
ആനന്ദത്തിന്റെ ആ ഉത്തരോത്തരമായ വൃദ്ധി അത് ഈ അന്ധകരണത്തിന്റെ വിശേഷ ഗുണങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ്. അതിൻ്റെതൊന്ന് പറയേണ്ടതാണ്. അന്ധകരണത്തിന്റെ ഏകാഗ്രതമെന്നോ അതിന്റെ സാത്വികമായ ഗുണത്തിന്റെ അഭിവൃദ്ധിയെന്നോ അന്ധകരണത്തിലെ വിവേകമെന്നോ അന്ധകരണത്തിലെ മനങ്ങളുടെ ഇല്ലായ്മയെന്നോ വിക്ഷേപം തുടങ്ങിയത് ഇല്ലാതിരിക്കുമെന്നോ എന്ത് വേണോ പറയാം, പല രീതിയിൽ പറയാം. അതെല്ലാം ഉത്തരോത്തര വൃദ്ധി കൊണ്ട്, ഈ ഗുണങ്ങളുടെ ഉത്തരോത്തര വൃദ്ധി കൊണ്ട് അന്ധകരണത്തിൽ സംഭവിക്കുന്നതാണ്. സഹസ്രദശബാഹേന നിഷ്ഠാനന്ദസ്യ ഭണ്യതേ സ ഏകോ മനുഷ്യ ആനന്ദ സ ഏകോ ബ്രഹ്മണ ആനന്ദ ശ്രോത്രിയസ്യ അകാമഹതസ്യ എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം ഭൂമ എന്ന് പറയുന്ന ആനന്ദത്തെ പറയുന്നു. അത് ഇങ്ങനെ കുറഞ്ഞുകൂടി കയറിപ്പോകുന്ന ഒരാനന്ദമല്ല. സ്വസ്വരൂപം അവിടെ അതിന് സുഷുപ്തിയിലെ സ്വരൂപസ്ഥിതിയായിട്ടാണ് അവിടെ പറഞ്ഞത്. അതാണ് പരമമായ ആനന്ദം. ആ ആനന്ദത്തിനെ കുറിച്ചാണ്, ആ ആനന്ദത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിദ്വാന്റെ ഉദാഹരണം എടുക്കുന്നത്. എന്നുവെച്ചാൽ മഹാബ്രാഹ്മണന്റെ ഉദാഹരണം. മറ്റാനന്ദങ്ങളെല്ലാം വ്യാവഹാരികമായി നിൽക്കുന്നതാണ്, അന്ധകരണത്തിന്റെ തലത്തിൽ നിൽക്കുന്നതാണ്. മറിച്ച് മഹാബ്രാഹ്മണന്റെ ആനന്ദം എന്ന് പറയുന്നത് അജ്ഞാനനാശം കൊണ്ടുള്ള സ്വരൂപസ്ഥിതിയാണ്. ജ്ഞാനിയുടെ നിലയാണ്, അത് ജ്ഞാനമാണ്. എന്നാണ് ഇവിടെ പറയുന്നത്. ദുഃഖം രാഗദ്വേഷജന്യം തദഭാവേ സുഖം സ്വതഃ. ദുഃഖം സർവത്ര രാഗദ്വേഷജന്യമാണ്. ആനന്ദത്തെ ആഗ്രഹിക്കുന്നുണ്ട് ദുഃഖം വരും. ഏതാനന്ദത്തെ ആഗ്രഹിച്ചാലും ശരി, ഫലം ദുഃഖം തന്നെ. ഏതെങ്കിലും തരത്തിൽ ആഗ്രഹം അവനെ ദുഃഖത്തിൽ കൊണ്ട് ചാടിക്കും. ആണ് ദുഃഖം രാഗദ്വേഷജന്യം. ദ്വേഷം കൊണ്ട് ദുഃഖം വരാം. തദഭാവേ സുഖം സുഖം സുഖ. രാഗദ്വേഷങ്ങളല്ലെങ്കിൽ സുഖമാണ്, മനസ്സിന് സുഖം. ഇത് വ്യക്തിഗ്രഹീത്യർത്ഥം ബാലദൃഷ്ടാന്ത വർണ്ണന. അതിനു വേണ്ടിയിട്ടാണ് ബാലന്റെ ഉദാഹരണം ഇവിടെ പറയുന്നത്. ഒരു ദൃഷ്ടാന്തം പറയുമ്പോൾ അതിന് നമുക്ക് ദാഷ്ടാന്തികത്തിന് എന്നുവെച്ചാൽ ഏതിനു വേണ്ടിയാണോ ആ ദൃഷ്ടാന്തം പറയുന്നത് അതിനാവശ്യമുള്ള ചേരുന്ന ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് അതിനനുഗുണമായി ചിന്തിക്കണം. ആ ദൃഷ്ടാന്തത്തിന് ചേരാത്ത ഭാഗങ്ങൾ എടുത്തിട്ട്, ദാഷ്ടാന്തികത്തിന് ചേരാത്ത ഭാഗങ്ങൾ എടുത്തിട്ട് അതിന് വിപരീതമായി ചിന്തിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ വിവക്ഷ, ഈ ഉപദേശിക്കുന്ന ആൾ എന്താണോ പറയാൻ ആഗ്രഹിച്ചത് അത് കിട്ടാതെ പോകും. ബുദ്ധി വിപരീത ദശയിലേക്ക് പോകും. അതുകൊണ്ടിവിടെ ദുഃഖം, ദുഃഖനാശം, നിരതിശയ ആനന്ദം എന്നെല്ലാം പറയുമ്പോൾ അതങ്ങനെ മനസ്സിലാക്കണം. ബുദ്ധിയെ വിപരീത ദശയിലേക്ക് തിരിച്ചുവിടാതെ സത്യദൃഷ്ടിയിലൂടെ അതിനെ മനസ്സിലാക്കണം. നിർവികാരാത്മതാം യസ്മാ ബാലാദീന സ്വാത്മനി. ബാലനും എല്ലാവർക്കും എന്താണ് സ്വസ്വരൂപത്തിൽ ആ നിർവികാരത തന്നെയാണ്. സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന ക്ഷോഭങ്ങളെല്ലാം മനസ്സിന്റെ തലത്തിലാണ്, സ്വസ്വരൂപത്തിൽ അതില്ല. അത് നിശ്ചലമായ തത്വമാണ്. പരമമായ ആനന്ദം എന്ന് പറയുന്നത് അസ്വരൂപസ്ഥിതിയാണ്. അല്ലാതെ മനസ്സിന്റെ ശുദ്ധി കൊണ്ട് മനസ്സിൽ വരുന്ന സന്തോഷമല്ല. അജ്ഞാനനാശം കൊണ്ട് വരുന്ന സ്വരൂപസ്ഥിതിയും മനസ്സിന്റെ ശുദ്ധി കൊണ്ട് മനസ്സിൽ വരുന്ന സന്തോഷവും രണ്ടും രണ്ടാണ്. അതിലൂടെ പറയുന്നത്.